ഫിലിം ഗ്യാരേജിന്റെ ഇന്നത്തെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. കൽക്കിയുടെ ഏറ്റവും പുതിയ ട്രാക്കേഴ്സ് ഫിഗേഴ്സ് പുറത്തു വരുമ്പോൾ 1025 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഇന്നലെ ഞായറാഴ്ച വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നത്തോടെ അത് 1030 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 2024 വർഷത്തിലെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത കൽക്കി 1100 കോടിയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ നേരത്തെ പുറത്തു വന്നെങ്കിലും ആ ഫിഗേഴ്സിലേക്ക് ഫൈനലായിട്ട് കൽക്കി എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കൂടുതൽ കൽക്കി വാർത്തകൾ കേട്ട കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന സിനിമ 4000 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസ് വെറും 3 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് കളക്ഷൻ എടുക്കുന്ന സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 74 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 25 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നും 50 ലക്ഷം കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന സിനിമ ആകെ 4 കോടി കേരള ഗ്രോസിലേക്ക് അടുക്കുന്നു. മാർവൽ സ്റ്റുഡിയോസിന്റെ സമീപകാല സിനിമകളിൽ ഏറ്റവും മികച്ച കേരള ബോക്സ് ഓഫീസ് പ്രകടനം സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗോകുല മൂവീസിന്റെ രായൻ എന്ന സിനിമയുടെ കേരള ഷെയർ അങ്ങനെ 1 കോടി കടന്നിരിക്കുകയാണ്. ഇന്നത്തോടെയാണ് 1 കോടി ഷെയർ കളക്ഷൻ കടക്കുന്നത്. ഞായറാഴ്ച വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 3 കോടി 10 ലക്ഷം കേരളത്തിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 48 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 19 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 3.5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുകയാണ്. അതേസമയം രായന്റെ തമിഴ്നാട് ഗ്രോസ് 3 ദിവസങ്ങൾ കൊണ്ട് 35 കോടിയിലേക്കും വേൾഡ് വൈഡ് ഗ്രോസ് 75 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ വേൾഡ് വൈഡ് ഗ്രോസ് 80 കോടി കടക്കുന്നതാണ്. ഈ ജൂലൈ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഏറ്റവും മികച്ച കേരള ഗ്രോസ് കളക്ഷനിലേക്ക് മുന്നേറുകയാണല്ലോ ദേവദൂതൻ. റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇന്നത്തോടെ കേരള ബോക്സ് ഓഫീസിൽ 1 കോടി 50 ലക്ഷത്തിലേക്ക് കളക്ഷൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് അടുത്ത ദിവസങ്ങളിൽ 2 കോടി കടക്കാനായിട്ടിറങ്ങുന്ന സിനിമയുടെ ബഡ്ജറ്റ് എത്ര എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. സിനിമ 4K റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് കുറച്ച് ലക്ഷങ്ങൾ മാത്രമേ ചെലവായിട്ടുള്ളൂ. അതേസമയം ചിത്രത്തിന്റെ ചിത്രീകരണ ചെലവാണ് ബഡ്ജറ്റായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ 2000-ൽ റിലീസ് ചെയ്ത സിനിമയ്ക്ക് അന്ന് നരസിംഹം എന്ന സിനിമയേക്കാൾ ബഡ്ജറ്റ് ഉണ്ട്. അതായത് 1.5 കോടിയിലേറെ ബഡ്ജറ്റ് ഉണ്ട് എന്നാണ് നിർമ്മാതാവ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അന്ന് സിനിമ സാമ്പത്തിക നഷ്ടവും വരുത്തിയിരുന്നു. ഇപ്പോഴത്തെ 24 വർഷങ്ങൾക്ക് ശേഷം റിലീസിലൂടെ സിനിമ സാമ്പത്തിക ലാഭം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ജനഹൃദയങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നാളെ ചൊവ്വാഴ്ച ദിവസത്തെ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് അടക്കമുള്ള സിനിമയുടെ ഷോ കൗണ്ട് അത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. അപ്പോൾ കാത്തിരിക്കൂ ദേവദൂതന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.